അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് കുവൈറ്റിലെത്തി മച്ചാന്മാരെ. ഈ കാണിച്ച് എന്താണെന്നറിയോ, ഇത് നമ്മളെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചതാണ്. 160 രൂപ ഒരു ചായക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി, പ്രവാസികളെ എങ്ങനെയൊക്കെ കൊള്ളയടിക്കാമെന്ന്. ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം പ്രൈവറ്റ് കമ്പനിക്ക് തീരെഴുതി അംബാനിക്കും അദാനിക്കും അങ്ങ് കൊടുക്കുകയാണ്. ഇട്ടിരിക്കുന്ന നിക്കർ വരെ ഊരി അവന്മാർക്ക് കൊടുക്കുകയാണ്. പിന്നെ എങ്ങനെ വില കൂടാതിരിക്കും? അതായത് കുറേ നഗരങ്ങളുടെ കണക്കെടുത്തതിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ നഗരമായിട്ട് തിരഞ്ഞെടുത്തൊരു നഗരമാണ് നമ്മുടെ തിരുവനന്തപുരം. വളരെ ചുരുങ്ങിയ ചിലവിലൊക്കെ ജീവിക്കാൻ പറ്റുന്ന നഗരം. സത്യവുമാണ്. കാരണം എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ 10 രൂപ. അതൊരു ബൂസ്റ്റ് ഇട്ട ചായയാണെങ്കിൽ 15 രൂപ അല്ലെങ്കിൽ 20 രൂപ, അതിനപ്പുറം പോകില്ല. എയർപോർട്ടിൻ്റെ അകത്ത് കയറി ആ ചായ കുടിച്ചപ്പോൾ എത്രയാണ്? 160 രൂപ, 180 രൂപ. ഇന്നൊരാൾ എന്നോട് പറയുക, ഒരു ചായ കുടിക്കണമായിരുന്നു മോനെ, ചെന്ന് നോക്കിയപ്പോൾ 190 രൂപ, 180 രൂപ ഒരു ചായക്ക്. എന്താ പറയുക? ഇതാണ് എല്ലാം തീരെഴുതി അങ്ങ് കൊടുക്കുകയാണ് അദാനിക്കും അംബാനിക്കും മറ്റേ കുഞ്ഞമ്മയുടെ മാപ്പിളയ്ക്കും. എന്നിട്ട് പാവപ്പെട്ട പ്രവാസിനെ പിഴിയും. രാഷ്ട്രീയക്കാരെ എല്ലാവരും, ഇനി കേരള ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും പ്രവാസികൾക്ക് വേണ്ടി ഒരു തേങ്ങയും ചെയ്യും. അതുപോയിട്ട് നാട്ടിലെന്തെങ്കിലും ദുരിതം വന്നു കഴിഞ്ഞാലോ ഓടിയിങ്ങ് വരും പ്രവാസിക്കെടുത്ത്. അവൻ്റെ ഇട്ടിരിക്കുന്ന നിക്കർ വരെ അഴിച്ചു വാങ്ങിയിട്ട് അങ്ങ് പോകും. അതിലൊന്നും നമുക്കൊരു സങ്കടമില്ല, നമുക്ക് കൊടുക്കാം, നമ്മുടെ സഹോദരങ്ങൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇതൊക്കെ എന്താണ്? ടിക്കറ്റ് ട്രിവാൻഡ്രത്ത് നിന്ന് കുവൈറ്റിലേക്ക് എടുത്ത ടിക്കറ്റ് എത്രയാണെന്നറിയോ? 40,000 രൂപയാണ്. 1 വേ ടിക്കറ്റാണ്. പറയണത് സീസണാണെന്ന്. എന്ത് സീസണാണ്? ഈ സീസൺ അല്ലാത്ത സമയത്തും ഇവർ 10,000 15,000 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഈ സീസൺ? ഇതൊന്നും പ്രവാസികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു രാഷ്ട്രീയക്കാരും ഇല്ല. എനിക്കൊണ്ട് ഷാഫി പറമ്പിലെന്തോ 2-3 വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമില്ല, ടിക്കറ്റ് റേറ്റ് അങ്ങ് മേലെ കയറിക്കേണ്ടി നിൽക്കുകയാണ്. പ്രവാസികളെന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ വെറും ചണ്ടികളാണ്. നമ്മളോടൊന്നും ഇവർക്കൊരു സ്നേഹമല്ല ഒരു രാഷ്ട്രീയക്കാർക്ക്. പ്രവാസികൾക്ക് വേണ്ടി ഏതൊരു രാഷ്ട്രീയക്കാരനാണ് 2 വാക്ക് സംസാരിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്? വിദേശകാര്യ മന്ത്രിയൊക്കെ നമുക്കുണ്ട്, ഒരു ഉപയോഗമില്ല. പ്രവാസികൾക്ക് വേണ്ടി ഒരു തേങ്ങയും ചെയ്യില്ല. ഒരു ചായക്ക് 160 രൂപ. എന്ത് പറയാനിടേ, വല്ലാത്തൊരവസ്ഥ. ഒരു സാധാരണക്കാരനായ ഒരു പ്രവാസിക്ക് എയർപോർട്ടിൻ്റെ അകത്ത് കയറി ഒരു ചായ കുടിക്കണമെങ്കിൽ അവൻ്റെ കയ്യിരിക്കുന്ന പാസ്പോർട്ട് പോലും പണയം വെക്കേണ്ടി വരും. വല്ലാത്തൊരവസ്ഥ തന്നെ. ആരോട് പറയാം?